Now you can start marking your attendance because all of you put your attendance now, please. ഇപ്പൊ എല്ലാവരും അറ്റൻഡൻസ് ഇട്ടോ. കാരണം നിങ്ങൾ അതിന് ശ്രദ്ധിക്കേണ്ട കാര്യം ടീച്ചേഴ്സ് പറഞ്ഞതിന് ശേഷം അല്ലെങ്കിൽ ഇവിടെ റെക്കോർഡിങ്ങിന് കൊടുത്തതിന് ശേഷമേ നിങ്ങൾ മാർക്ക് ചെയ്യാവുള്ളൂ അറ്റൻഡൻസ്. ഇല്ലെങ്കിൽ എന്താ സംഭവിക്കുന്നതെന്ന് വെച്ചാൽ നിങ്ങളുടെ അറ്റൻഡൻസ് ഇവിടെ രജിസ്റ്റേർഡ് ആവില്ല, റെക്കോർഡ് ആവില്ല. ടീച്ചേഴ്സ് പറയും പ്ലീസ് മാർക്ക് യുവർ അറ്റൻഡൻസ് എന്ന്. ക്ലാസ് തുടങ്ങിയതിന് ശേഷം അറ്റൻഡൻസ് മാർക്ക് ചെയ്താൽ മതി കേട്ടോ. അല്ലെങ്കിൽ അവിടെ നിങ്ങളുടെ പേരൊന്നും വരത്തില്ല, ഇതായി പോകും. ഓക്കെ ഡിയേഴ്സ്, Fatima Mehreen, Aniha Mohan, Anshi Redish, Eric Augustine, Shifana, Binya Binoy, Anita Philip, Alan Thomas, Ajit Joseph, Dominic Biju, Ifra Ismail, Jewel Mariam, Anaga Suresh, Muhammad Shaksad, Hanna Varghese, Muhammad T, Anaga, okay. Pinera, Malavika Suresh. Anybody else, sir? Shifana? Ini Arana? Please say your name if I didn't call out your name. Rishikesh, Muhammad T. Ini ആരെങ്കിലും പേര് പറയാൻ വിട്ടുപോയിട്ടുണ്ടോ? Yes, Hanna Varghese. Varghese, okay. Again, who else, sir? Anybody else, sir? വേറെ ആരെങ്കിലും ഉണ്ടോ? പേര് വിളിക്കാത്ത ആരെങ്കിലും ഉണ്ടോ? വേറെ ഒന്ന് പേര് name. Okay, okay. Okay, dears, come back to the lesson, please. Come back. നമ്മൾ എവിടെ എത്തിയായിരുന്നു? I finished, I think. ഞാൻ ഇന്നലെ വോയിസ് വിട്ടിട്ടുണ്ടായിരുന്നു ഒരു ക്വസ്റ്റ്യന്റെ, അതായത് സി, ക്വസ്റ്റ്യൻ നമ്പർ സി, മെയിൻ ഹെഡിങ് സി, തേർഡ് ക്വസ്റ്റ്യൻ, വാട്ട് ഡിഡ് മിക്കി സേവ് മിസ്റ്റി ഫ്രം? There, when I gave the answer, Mickey saved Mickey from a trap എന്നാണ് തന്നത്. രണ്ടും മിക്കി ആയി പോയി അല്ലേ? കേൾക്കുന്നുണ്ടോ മക്കളെ? നിങ്ങള് മിസ് പറയുന്നത് കേൾക്കുന്നുണ്ടോ? Okay, okay. Yes, yes. So when I gave the answer, it both was Mickey, but please change. ഇന്നലെ ആരോ ഒരു കുട്ടിയുടെ പേരന്റ് വിളിച്ച് പറഞ്ഞപ്പോഴാണ് ഞാനും അത് ശ്രദ്ധിക്കുന്നത്. Okay, answer is Mickey saved Misty from a trap. So second one is not Mickey, second one is Misty. I hope that you all might have changed. Again, we discussed all that. നമ്മൾ ഇതൊക്കെ ചെയ്തില്ലായിരുന്നു. ക്രഞ്ച്, മഞ്ച് and all. I word part. This and all finished now? Yes. അതെല്ലാം finish ചെയ്തല്ലേ? Next J we have to discuss, I think, isn't it? What does can mean in these sentences? Discuss with your friends. Then write A for able to or P for permission. Here a question is that നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണെങ്കിൽ ഏബിൾ അതിന്റെ എ എഴുതുക. നമ്മൾ പെർമിഷൻ ചോദിക്കേണ്ടതാണെങ്കിൽ, അതായത് അനുവാദം ചോദിക്കേണ്ടതാണെങ്കിൽ, then we have to write P for there. And there also one mistake was there yesterday. I don't know who was, I think Tessa Maria. ഇന്നലെ ടെസ മരിയ എന്ന് തോന്നുന്നു എന്നെ വിളിച്ചപ്പോഴാണ്. അത് ഏതോ ഒരു സ്റ്റുഡന്റ് വോയിസ് വിട്ടാന്ന് തോന്നുന്നു. ആരാണെന്ന് ഞാൻ ഓർക്കുന്നില്ല. Have mentioned that mistake. Anshi, I think. Good girl, good girl. Okay, Anshiana mistake എനിക്ക് ബോധ്യപ്പെടുത്തി തന്നത്. First one already it is given there. Misty and Mickey can climb a tree. Misty and Mickey ക്ക് മരത്തിൽ കയറാൻ പറ്റും. അത് ഏബിൾ ആണ്, ചെയ്യാൻ പറ്റുന്ന കാര്യമാണ് അല്ലേ? അവിടെ പെർമിഷൻ ചോദിക്കണോ? No, they both are mice. So no need to ask any permission. So already it is given their answer A. Miss അവിടെ P തന്നിട്ടുണ്ടെന്ന് തോന്നുന്നു അല്ലേ? ആ P വേണ്ട, നിങ്ങൾ പെൻസിലും കൊണ്ടല്ലേ, you are writing with pencil. So please rub and write there. It is A already given there.
second one തന്നെ next one വരുന്നത് second one is question is you can bring sweets to school on your birthday. When it is your birthday, you can bring sweets to school. So whether it is able or you should ask permission. You should ask permission. So it is P. Permission ചോദിക്കണം അല്ലേ സ്കൂളിൽ സ്വീറ്റ്സ് കൊണ്ടുവരാൻ പറ്റുമോ എന്ന്. ഓക്കെ, സോ മിസ് എന്താണ് തന്നിരിക്കുന്നത്? പി ആണെന്ന് തോന്നുന്നു. സെക്കൻഡ് വൺ ഈസ് പി. അവിടെ മിസ്റ്റേക്ക് നിങ്ങൾ റീറൈറ്റ് ചെയ്യണം കേട്ടോ. പി ആണ് തന്നിരിക്കുന്നത്, പി ആണ് വേണ്ടത്. നെക്സ്റ്റ് തേർഡ് വൺ, യു ക്യാൻ ഗോ ഔട്ട് ആൻഡ് പ്ലേ ടിൽ ദ ബെൽ റിംഗ്സ്. ബെൽ അടിക്കുന്നോടം വരെ നമുക്ക് പോയി കളിക്കാം. ഏബിൾ ആണോ? അതെയോ പെർമിഷൻ ചോദിക്കണോ? ആരും എന്താന്നും മിണ്ടാത്തെ പ്ലീസ്. പെർമിഷൻ. ബെല്ല് കളിക്കുന്നോടം വരെ, ബെല്ലടിക്കുന്നോടം വരെ നമുക്ക് പോയി കളിക്കാം അല്ലേ? യെസ്, ഇറ്റ്സ് ഏബിൾ. Third one is able. And fourth one, I can play football well. എനിക്ക് ഫുട്ബോൾ നന്നായിട്ട് കളിക്കാൻ പറ്റും. So should I ask permission? അതിന് പെർമിഷൻ ചോദിക്കണോ? No need. So that is also A. അതും A ആണ് കേട്ടോ. Fourth one is A. മക്കളെ തിരുത്താനുള്ള തിരുത്തണേ നിങ്ങള്. ഓക്കെ. Next fifth one, you can use my pencil. And pencil നിനക്ക് ഉപയോഗിക്കാം. ഉപയോഗിക്കണമെങ്കിൽ പെർമിഷൻ ചോദിക്കണം അല്ലേ? So you should ask permission. Last one is P. Please once again. Yes, first one is A, second one is P, third one is A, fourth one is A, and the fifth one is P. Have you completed? Have you changed that? Change it all. Miss, Yes. second one ഒന്ന് പറയോ? Second one is P. Miss, അതാരാ ഇപ്പൊ വരച്ചയാള്? ആരാ വരച്ചയാള്? തേർഡ് സ്റ്റാൻഡേർഡ് സ്റ്റുഡന്റ് ആണ്. നിങ്ങൾക്ക് സ്ക്രീൻ അങ്ങ് ഷെയർ ചെയ്യാൻ വേണ്ടിട്ട് ഷെയർ ചെയ്ത സമയത്ത് വരച്ചോ അതില്? എന്തൊരു വൃത്തികെട്ട പരിപാടിയാ മക്കളെ നിങ്ങൾ കാണിക്കുന്നത്? ഒരൊറ്റ ആള് പോലും വരയ്ക്കരുത് കേട്ടോ. വരച്ചയാള് വേഗം വായിച്ചേ പ്ലീസ്. ഇതിന് ശരിയാവുകയില്ല. തന്നെ തുടർന്നും കലാപരിപാടി. അതിനൊക്കെ നല്ല മിടുക്ക് നിങ്ങൾ കാണിക്കുന്നുണ്ടല്ലോ. സ്ക്രീൻ അങ്ങ് ഷെയർ ചെയ്യുമ്പോഴേക്കും വരയ്ക്കാന്. ഫസ്റ്റ് വൺ ഈസ് എ ആൻഡ് സെക്കൻഡ് വൺ ഇതിപ്പോ second one is P and third one is A, fourth one is A,
Fifth one is P. Please write fastly. Those who have not yet written, please write it. Have everybody completed? Have you completed? Yes. Miss, page number. Page number and the textbook, textbook difference under second lessons exercise J we were doing J. Second lesson exercise J. In my textbook page number 20, I don't know what is the page in your textbook. Ningalde textbook il eda page ennu enikkariyilla kaaranam nammude korchu details undu. 20. 20. Next page number 21. Okay, arrange these sets of words in alphabetical order. Write them in your notebook. Miss, ഒന്നും കൂടി പറയൂ അത്. ഇനി പറയാലോ മോനെ, നിങ്ങൾ ഈ ലൈറ്റ് ആയിട്ട് കയറി ഓരോരുത്തർക്കും വേണ്ടിയിട്ടില്ല യൂട്യൂബ് ക്ലാസ് അറ്റൻഡ് ചെയ്യും കേട്ടോ. ഇതിപ്പോ അരമണിക്കൂറായി അതുമായിട്ടിരിക്കുന്നു. ഓരോരുത്തർ ഇടയ്ക്കിടയ്ക്ക് കയറി വരുന്നു. ഐ കാണ്ട് കണ്ടിന്യൂ. ഓക്കെ, ക്ലാസ്സിൽ പറഞ്ഞാൽ നീ ഇപ്പൊ യൂട്യൂബിൽ കയറി കേട്ടോ. ഇപ്പൊ കണ്ടിന്യൂ ചെയ്യേ കേട്ടോ മോനെ. ഓക്കെ, നൗ കണ്ടിന്യൂ വിത്ത് കെ. കെയിൽ കണ്ടിന്യൂ ചെയ്യുക. ഓക്കെ സിനാൻ, കണ്ടിന്യൂ വിത്ത് കെ. കേൾക്കുന്നുണ്ടോ മോനെ? Yes, okay. Arrange these sets of words in alphabetical order. Write them in your notebook. Here, stone, scratch, sugar, dinner, pickle, trap, city, country, grain, floor, teeth, mouse. Actually, ഇത് എങ്ങനെയാ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഫസ്റ്റ് സ്റ്റോൺ, ഡിന്നർ, സിറ്റി, ഫ്ലോർ അത് നാലിനെയും എടുത്തിട്ട് അതിൽ ഫസ്റ്റ് ആൽഫബറ്റിക്കൽ ഓർഡറിൽ അറേഞ്ച് ചെയ്യാനാണ്. ബട്ട് മിസ് ഹാസ് ഗിവൻ, നിങ്ങൾക്ക് അത് മൊത്തം കൺഫ്യൂഷൻ ആകുമെന്ന് എനിക്കറിയാം. അതുകൊണ്ട് total words I have given as in alphabetical order. ഇത് ആക്ച്വലി ചെയ്യാനുണ്ടായിരുന്നത് നമുക്ക് ചെയ്യാനുണ്ടായിരുന്നത് എങ്ങനെയാന്ന് വെച്ചാൽ ഫസ്റ്റ് സെറ്റ് സ്റ്റോൺ, ഡിന്നർ, സിറ്റി, ഫ്ലോർ അത്രേ എടുത്തിട്ട് അതിൽ ഫസ്റ്റ് വരുന്നത് ഏതാണ്? സി ആണ്. സിറ്റി, നെക്സ്റ്റ് ഡിന്നർ, നെക്സ്റ്റ് ഫ്ലോർ, നെക്സ്റ്റ് സ്റ്റോൺ, ലൈക്ക് ദാറ്റ്. അങ്ങനെയാണ് അറേഞ്ച് ചെയ്യേണ്ടത്. പക്ഷെ മിസ് അങ്ങനെ അറേഞ്ച് ചെയ്ത് തന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മൊത്തം കൺഫ്യൂഷൻ ആകും. അതുകൊണ്ട് മിസ് എല്ലാ വേർഡ്സും കൂടെ തന്നിട്ടാണ് മിസ് നിങ്ങൾക്ക് അറേഞ്ച് ചെയ്ത് തന്നിരിക്കുന്നത്. സോ ഇന്ത്യൻ ദിസ് ഫസ്റ്റ് വൺ ഈസ് സിറ്റി, സെക്കൻഡ് വൺ ഈസ് കൺട്രി, നെക്സ്റ്റ് ഡിന്നർ, നെക്സ്റ്റ് ഫ്ലോർ, നെക്സ്റ്റ് ഗ്രെയിൻ, മൗസ്, പിക്കിൾ, സ്ക്രാച്ച്, സ്റ്റോൺ, ഷുഗർ, ടീത്ത്, ട്രാപ്പ്. ടോട്ടൽ വേർഡ്സ് എല്ലാ വേർഡ്സും കൂടെ എടുത്തിട്ട് മിസ് അറേഞ്ച് ചെയ്യുന്നെങ്കിൽ ആൽഫബറ്റിക്കൽ ഓർഡറിൽ അറേഞ്ച് ചെയ്ത് തന്നിട്ടുണ്ട് കേട്ടോ. മനസ്സിലായില്ലേ? നെക്സ്റ്റ് ഗ്രാമർ, നൗൺസ്, കോമൺ, പ്ലൂറൽ, പ്രോപ്പർ. സോ വി സീ സോ മെനി തിങ്സ് വി ക്യാൻ സീ അറൌണ്ട് അസ്. നമുക്ക് ചുറ്റും നമുക്ക് ഒരുപാട് സാധനങ്ങൾ നമുക്ക് കാണാൻ പറ്റും. പെൻ ഈസ് there, പെൻസിൽ ഈസ് there, മോഡം ഈസ് there, മൊബൈൽ ഈസ് there, book is there, then box is there, like that. So many things we can see. Some things will be singular, only one will be there. Most of the things are more than one. നമുക്ക് ഒരു സാധനമേ ഉള്ളൂ. ഒന്ന് സാധാരണ നമ്മൾ ഒരുപാട് സാധനങ്ങൾ കാണുന്നുണ്ട്. അതിൽ മോർ തിങ്സ് ആർ പ്ലൂറൽ എന്ന് വെച്ചാൽ മോർ ദാൻ വൺ വിൽ ബി ദർ. സോ if you have one pencil, how will say one pencil? This is a pencil. And if you have more pencil, more than one, ഒന്നിൽ കൂടുതൽ പെൻസിൽ ഉണ്ടെങ്കിൽ നമ്മൾ എങ്ങനെ പറയും? This is a pencil എന്ന് പറയോ? ഇല്ല. We will say these are pencils. Pencils. Okay, ഒന്നിൽ കൂടുതലുണ്ട് അതിന് പ്ലൂറൽ. This is a pen. These are pens. This is a book. These are books. Book, books. Pen, pens. Pencil, pencils. Table, tables. Boy, boys. Girl, girls. Like that way. And there also we can see
how we will make a plural form? There will be some difference also. If a noun is ending with the if a noun is ending with the yes, we will add. ഗ്രാമർ ഒന്ന് പറഞ്ഞുതരുമോ? If the noun is ending with the yes, we will add es for that plural. മനസ്സിലായോ? സാധാരണ നമ്മളൊരു ഒരു നൗണിന്റെ പ്ലൂറൽ ഉണ്ടാക്കാൻ നമ്മൾ എസ് ആണ് ആഡ് ചെയ്യുക. പെൻ, പെൻസ്, പെൻസിൽ, പെൻസിൽസ് കേട്ടോ. ബുക്ക്, ബുക്സ്, ലൈക്ക് ദാറ്റ് വേ. നമ്മൾ സാധാരണ എസ് ആഡ് ചെയ്താൽ മതി. പക്ഷെ എല്ലാത്തിനും എസ് ആഡ് ചെയ്താൽ കിട്ടില്ല നമുക്ക് പ്ലൂറൽ, അത് കറക്റ്റ് ആവില്ല. Understand? Ajit Joseph, please sit straightly. Why are you lying down on the table? Okay. So, if a word is ending with X, X il avasanikkunna word, for example, box, BOX, box. അതിന്റെ കൂട്ടത്തിൽ എസ് മാത്രം ആഡ് ചെയ്താൽ പോരാ, BOXES എന്ന് കൂടി ആഡ് ചെയ്യണം. ബോക്സ്, ബോക്സസ്, ഫോക്സ്, ഫോക്സസ്, ബസ്. എന്തുവാ സിനാനെ ഒന്ന് ക്ലിയർ ആയിട്ട് പറ. മോനെ പറയും, പകുതി പറയുമ്പോഴേക്കും മ്യൂട്ട് ചെയ്ത് വെക്കും, പിന്നെ കേൾക്കുമല്ല. ക്ലിയർ ആയിട്ട് പറഞ്ഞ മോൻ പറഞ്ഞത് ഓപ്പൺ ആയിട്ട് പറ. ഇത് നോട്ട്ബുക്കിലേക്ക് ഇടണോ? അതെല്ലാം ഞാൻ പറയല്ലേ മോനെ, ഇടയ്ക്ക് കയറി എന്തിനാ ചോദിക്കുന്നത്? മിസ് എല്ലാം പറയൂല ക്ലിയർ ആയിട്ട്, അതിനല്ലേ മിസ് ഇവിടെ ഇരിക്കുന്നത്. ഇടയ്ക്കിടയ്ക്ക് അൺമ്യൂട്ട് ചെയ്തിട്ട് പകുതി ചോദിക്കും, എന്നിട്ട് മ്യൂട്ട് ചെയ്ത് വെക്കും. ഒന്നും ക്ലിയർ ആവില്ല. മോൻ ചോദിക്കുന്നത് ക്ലിയർ ആയിട്ട് മ്യൂട്ട് ചെയ്ത് ചോദിക്കണം. എല്ലാം പറഞ്ഞതിന് ശേഷമേ അൺമ്യൂട്ട് ചെയ്യുള്ളൂ കേട്ടോ. മിസ് എല്ലാം പറയും ക്ലാസ്സിൽ. ക്ലാസ് എടുത്തോണ്ടിരിക്കല്ലോ, അത് കഴിയുമ്പോൾ പറയൂ ഏതൊക്കെ എഴുതണം ഏതെല്ലാം എഴുതണ്ടെന്ന്. ഓക്കെ. സോ here see in page 21 one box is given there. See in your textbook one box is given there. Anita is wondering, I think എന്തെങ്കിലും ആലോചിച്ചിരിക്കുന്നേ? വിശക്കാൻ തുടങ്ങി മുത്തേ? ഓർ നെറ്റ് പ്രോബ്ലം ഉണ്ടോ? ഇല്ല. Adding yes, see here fox, foxes, bus, buses, peach, peaches. If a word is ending with y, y il avasanikkunna vaakkaanengil adinte kude y angum maattitte ies cherkanam. We have to remove the y from there and then we have to add ies. For example, city, city de city, y have to remove, y eduthu maatti dooru kalayuka. Enditto y ku pagaram endu cheyanam? IES ചേർക്കണം. CITIES, cities. Next, country, countries, party, parties, like that way. Next, some കുറേ വ്യത്യാസം വരും. മൗസ്, നമ്മളിപ്പോ 2 മൗസിനെ കുറിച്ച് പഠിച്ചു. Who are those 2 mouse? നമ്മളിപ്പോ പഠിച്ച മൗസ് ആരൊക്കെയായിരുന്നു? Please and Misty. Good. Mickey and Misty. ഇനി ഈ മൗസിന് നമ്മൾ പ്ലൂറൽ പറഞ്ഞത് എന്താണ്? മൈസ്, MICE, MOUSE. മൗസിനെ മൗസസ് എന്ന് പറയത്തില്ല. പ്ലൂറൽ, മോർ ദാൻ 1 മൗസ് is there, then we will say mice, MICE. Next, children, sorry, child. നിങ്ങളെയാണ് ഉദ്ദേശിച്ചത് കേട്ടോ, ഞങ്ങളെയല്ല, ടീച്ചർമാരെയല്ല, വലിയവരല്ല, മക്കളെ ഉദ്ദേശിക്കുന്നത്. ചൈൽഡ്. സോ ഇഫ് there are 2 child, how we will say childs എന്ന് പറയോ? Then how we will say? Children. Children. Very good. Children. So അങ്ങനെ ചില വ്യത്യാസങ്ങളുണ്ട്. Now if the word is ending with F or FE, FEയിലൊക്കെ അവസാനിക്കുന്ന വാക്കുകൾ നമ്മൾ ചേഞ്ച് ചെയ്തിട്ട് FE ചേഞ്ച് ചെയ്തിട്ട് VES എന്ന് പറയും. നൈഫ്, നൈഫ് മീൻസ് വാട്ട്? നൈഫ് എന്ന് പറഞ്ഞാൽ എന്താണ്? നൈഫ് എന്ന് പറയാം. അത് നൈഫ്, KNIVES. ഓക്കെ. ഇനി ചിലതിന്റെ സിംഗുലറും പ്ലൂറലും എല്ലാം ഒന്ന് തന്നെയാണ്. ഫോർ എക്സാമ്പിൾ ഷീപ്പ്, SHEEP, sheep. Plural we will not say sheep.
ഷീപ്സ് എന്ന് പറയല്ല, ഷീപ്പ് തന്നെ. ഡീർ, DEER, ഡീർ പ്ലൂറൽ, ഡീർ only. Deers എന്ന് പറയത്തില്ല. There are 10 deers എന്ന് പറയത്തില്ല. There are 10 deer. There are 10 sheep, like that way. Okay. Now see. Yes. Next, take page number. Sorry, page number 22. L. Next, fastly take it. Here, write the names, nouns in bold under common nouns and proper nouns. Common nouns means the nouns that we use for everything. Common ആയിട്ട് ഉപയോഗിക്കുന്നത്. Proper nouns means the noun which we will use instead of a noun. Pronoun പോലെ ഒരു പ്രത്യേക ഇതിനെ വേണ്ടിയിട്ട് സൂചിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. Okay. Now simply the cook opened the kitchen door. In that Mary എന്ന് പറയുന്ന ഒരു particular person's name ആണ് അല്ലേ? Kitchen door, അവിടെ എഴുതിയിട്ടുണ്ട്. ഡോർ എന്ന് പറയുന്നത് കോമൺ, ഏത് ഡോറിന് നമ്മൾ ഡോർ തന്നെയാണ് പറയുന്നത്. See your names, everybody's name: Aniha, Anshi, Shifana, Fatima, Mehrin, Ifra, Dominic, Muhammad Nafi, Alan Thomas, Ajit Joseph, Anaka Suresh, Kurian Joseph, Joel Maria, Tessa Maria, Muhammad Sinan, Hannah Varghese, Eric Augustine, Binya Binoy, Rishikesh, Muhammad T, Christy Libin, Anita. These all are proper nouns. It's a special, a person's name, isn't it? അതൊരു പ്രത്യേക ഒരെണ്ണാണ്, പ്രത്യേകതയാണ്. എല്ലാവരുടെയും പേര് അനിഹ എന്നാണോ? അല്ല. എല്ലാവരുടെയും പേര് അൻഷി എന്നാണോ? അല്ല. സോ അനിഹ മീൻസ് ഇവിടെ ഒരു പർട്ടിക്കുലർ പേഴ്സണെ സൂചിപ്പിക്കുന്നതാണ്. സോ ഹിയർ Mary. Mary is a particular person's name. ഒരാളുടെ പ്രത്യേക പേരാണ് അല്ലേ? Mary is a person's name, so it is a proper noun. Mary is a proper noun. Door. What about the door? Is it a proper noun? No, it is common noun. It is a common noun. Next, second one is Bella. Bella. What about Bella? Who is Bella? Cat. Bella is a cat. So Bella cat in the name ആണ് അല്ലേ? ഒരു particular cat. So it is a proper noun. And next, cat. Cat എന്ന് പറയുമ്പോൾ ഇവിടെ എന്താ ഉദ്ദേശിക്കുന്നത്? എല്ലാ കാറ്റും അതിനകത്ത് പെടും. Here doesn't difference. All cats will be belonging there. So it is a common noun. Next, third one. There were nice things to eat. Things are bold in bold letter. So things എന്നുള്ളത് ഇവിടെ bold letterലാണുള്ളത് അല്ലേ? Okay. Things are in bold letter. So things is a common. ഇവിടെ ഒരു പ്രത്യേക things എന്ന് പറയുമ്പോൾ എല്ലാ സാധനങ്ങളും അതിനകത്ത് പെടും. ഒരു പ്രത്യേക സാധനത്തെ എടുത്ത് പറഞ്ഞിട്ടില്ല. So Binya, hello. Hello Binya, please listen in the class. You can talk to your friends after the class, okay? You can talk to your friends after the class. Now listen. Next, fourth one is Misty could not believe his eyes. Misty. Who is Misty here? Misty എന്ന് പറയുമ്പോൾ എന്താണ് ഇവിടെ? It is Proper. it is a proper noun. It is the name of the cat, isn't it? Cat in the name another. It is the name of the cat. So it is the proper noun. And eyes. Eyes are common for everybody. എല്ലാവരുടെയും കണ്ണുകൾക്ക് ഐസ് എന്നാണ് പറയുന്നത് അല്ലേ? So it is common noun. And the fifth one is Mickey. Mickey gave his friend a raisin. Mickey gave his friend a raisin. So ഇവിടെ Mickey is the name of a cat.
So it is a proper noun. And raisin is a common noun. Next, the cupboard was in the kitchen. Cupboard was in the kitchen. Then Common. it is a common noun. Cupboard and kitchen both are common noun. So Miss has given the answers. What are the common nouns? Door, cat, things, ice, raisin, cupboard, and kitchen. And the proper nouns are Mary, Bella, Misty, and Mickey. These are the proper nouns. And the next M, write a proper noun for each common noun. If there is a common noun, then proper noun. Muhammad ji, hello, are you listening in the class? A camera face clear at phone let me see your face clearly. Okay, school. Here already it's given the national school. You can write your school name. If you are writing in your notebook, you can write our school name. Our school name okay? True Light English School. Next, a cat. You can write any cat's name. You can write Mickey, Misty, Pinandakia. That's the story. They are rats or they are mice. But you can write any name, Pussy, Doraemon, like that, any cat's name you can write. Any cat's name. Okay? Next, city. I think which is the city's name that I have given. Mumbai. You can write any city's name. You can write Chennai, Trivandrum, Kochi, Kannur, like that. Any city's name you can write. Next, a book. You can write any book name. I think I have given the Jungle Book. Jungle Book. River. Any river's name you can write. Ganga, Yamuna, Krishna, like that. Any river's name. Next, newspaper. Any newspaper's name you can write. Malayalam Manorama, Deshabhimani, Deepika, like that. Any newspaper's name you can write. Girl. Any girl's name you can write. You can write any name of any girl. Your friend's name you can write. Your sister's name you can write. Your mummy's name you can write. Your neighbor girl's name you can write. Every girl in the pen. Next, road. Road in the pen. MG road. And road in the name. You can write anything. And the next, N, write the plural of these words. This also, yesterday I sent the voice clip. You might have noticed, I think. I forgot to write that. I parent foot. Plural of foot is feet. Okay, foot, feet, bunch, bunches. Furniture, furniture only. After changing the furnitures and furniture, furniture. Country, countries, grain, grains, home, homes, shelf, shelves. F change the VES. City, cities, life, lives. Okay. Next, listen and speak. Your teacher will read out some sentences. Circle the correct names of the animals. So, dog, cat, squirrel, mouse. Mouse, deer, monkey, monkey, donkey. That's no need to write. Okay, next, Misty and Mickey felt many things. Discuss with your partner and write Mickey and or Misty. Name of the mouse. You are surprised. Who was surprised? Mickey was surprised. Mickey was surprised. Second one. Say once again, I remind you, if anybody has not put the attendance, please mark your attendance. Adding attendance mark mark now. Next, alarmed. Who was alarmed? Misty. Misty was alarmed. And excited. Who was excited? That also was a Misty. Misty Danyana. Next one was unsafe. Surashidi Ilana safe alarm. That too Misty. So the three answers also were Misty. And in the other student, next Q also edited Q also have been written. Are no?
ഇന്നലെ വൈകുന്നേരം നോട്ട് അയച്ചു തന്നില്ല, ക്യൂ കൂടി എഴുതി അയച്ചുന്ന ഒരാളുണ്ടായിരുന്നു. ആരോ ഒരു സ്റ്റുഡന്റ്, ഐ തിങ്ക് ഋഷികേശ് ആയിരുന്നു തോന്നുന്നു. ആരായിരുന്നു ആവോ, ഞാൻ നോക്കിയാൽ അറിയത്തുള്ളൂ. ഓക്കെ, ലുക്ക് അറ്റ് ദ പിക്ചേഴ്സ് ആൻഡ് റൈറ്റ് എ ഫ്യൂ വേർഡ്സ് അബൌട്ട് ഇറ്റ് അണ്ടർ ഈച്ച് ഹെഡിങ്. യെസ്, എന്നെ പറഞ്ഞുതരോ? എന്തോ എമ്മിലത്തെ ആ റോഡിന്റെതും റിവറിന്റെതും വാട്സപ്പ് ഗ്രൂപ്പിൽ ഇട്ടിട്ടുണ്ട്. എന്നെ ഇന്നലെ ക്ലാസ്സിന്റെ ഗ്രൂപ്പിൽ ഇട്ടിട്ടുണ്ട് കേട്ടോ. യെസ്, നെക്സ്റ്റ് few things. What all things you can see here? Books are there. Then what else things you can see? Table is there, calendar is there, then chairs, benches are there. അങ്ങനെ കുറെ things ഉണ്ട് അല്ലേ? Next, second characters. Student 1 is there, student 2, student 3, student 4, and sir also is there. Saru ഇല്ലേ? Okay. പിന്നെ actions, reading, teaching, then raising the hand, അങ്ങനെ ആക്ഷൻ ഒക്കെ ഉണ്ട് അല്ലേ? അത് നിങ്ങൾ എഴുതണമെന്നില്ല, എഴുതിയവരൊക്കെ കുഴപ്പമില്ല. നെക്സ്റ്റ് യുവർ വേർഡ്സ്, റൈറ്റ് പാരഗ്രാഫ് അബൌട്ട് ദ പിക്ചർ, അത് ദാറ്റ് ഡോണ്ട് വാണ്ട്. ഓക്കെ, ദാറ്റ്സ് ഓൾ. അത്രയാണ് നമുക്ക് ഈ ലെസണിൽ പഠിക്കാനുള്ളത്. എക്സസൈസ്. സോ എക്സസൈസ് ഈസ് ഓവർ. നെക്സ്റ്റ്, ടുഡേ ഈസ് Monday. Tomorrow Tuesday. Okay, tomorrow evening we will have exam at 7 o'clock. Are you ready? Tomorrow at 6 o'clock you will have exam. Sorry, not 6, 7 o'clock. 7 o'clock നമുക്ക് exam നടത്തും. സെക്കൻഡ് ലെസന്റെ ക്വസ്റ്റ്യൻസ് പഠിച്ചിരിക്കേണ്ടത് ഏതൊക്കെയാണെന്ന് വെച്ചെന്നാല് മാർക്ക് ചെയ്തോ. ടേക്ക് പെൻസിൽ ആൻഡ് മാർക്ക്. B, true or false? B. Nafi, why did you raise the hand? Do you want something? Lesson 2. Okay, B, did you put a tick mark for B? Next, Yes. yes. Next one is F. F. B, F. Next one is N. N. And P. So P, N, പിന്നെ ഏതാണ്? F and B. B, F, N, P. This method study for exam. Okay. WhatsApp group leader. Class group. I will give in the WhatsApp group. എന്തോ എഫിന്റെ ഒന്ന് പറഞ്ഞുതരുമോ? എഫിന്റെ എഴുതേണ്ടത് എങ്ങനെയാണെന്ന് പറഞ്ഞുതരുമോ? മിസ് മോളെ, എനിക്ക് അന്ന് ക്ലിയർ ആയില്ല. ആരാ ചോദിച്ചാലോ മിസ്സിന് ക്ലാസ് കഴിയുമ്പോ നമ്മുടെ ക്ലാസ് ഗ്രൂപ്പിലേക്ക് ഇടും. ഞാൻ നോക്കിയിട്ട് അതിന്റെ മറുപടി തരാം കേട്ടോ. ഓക്കെ, I can't hear clearly. Next, Tony's 5 senses. Next lesson, please take your textbook.
മിസ് എന്തോ എഫ് ഒന്ന് പറഞ്ഞുതരുമോ? ഞാൻ അതല്ല ഇത്രയും നേരം മലയാളത്തിൽ പറഞ്ഞത്. ഇതെന്താ നിങ്ങൾ ഇങ്ങനെ ഓരോന്നോരോന്ന് എഫ് ജി പി എന്നൊക്കെ പറഞ്ഞ് എല്ലാം ക്ലാസ്സിന്റെ ഗ്രൂപ്പിൽ ഇട്ടിട്ടുണ്ട്. ഇനി നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ ഈ ക്ലാസ് കഴിഞ്ഞതിന് ശേഷം മിസ്സിന് ഒരു വോയിസ് വിടുന്ന് പറഞ്ഞില്ലേ? ഫസ്റ്റ് നിങ്ങൾക്ക് നെറ്റ് ക്ലിയർ ഇല്ല. പിന്നെ ഞാൻ ഇവിടെ കിടന്ന് ഇങ്ങനെ കുറേ സമയം പറഞ്ഞിട്ട് എന്താ കാര്യം മക്കളെ? പ്ലീസ് സെൻഡ് എ വോയിസ്. ക്ലാസ് കഴിഞ്ഞതിന് ശേഷം മിസ്സിന് ഒരു വോയിസ് വിടും. മിസ് അത് ക്ലിയർ ആയിട്ട് പറഞ്ഞു തരാം കേട്ടോ, പേഴ്സണൽ ആയിട്ട്. ഓക്കെ? യെസ്. Next lesson, please take only 2 more minutes are left. Okay, we will continue the next class on Friday. Friday, we 2 minutes back. Shall we wind up the class? Now, please send the voice to me. Okay, dears. ആർക്കൊക്കെ ഡൗട്ട് ഉണ്ട് മിസ്സിന്റെ ക്ലാസ് കഴിയുമ്പോൾ മിസ്സിന്റെ വാട്സാപ്പിലേക്ക് ഒരു വോയിസ് ഇവിടെ മിസ് ക്ലിയർ ചെയ്ത് തരാം കേട്ടോ. ഓക്കെ, ബൈ ബൈ. Thank you, Miss. Thank you.